ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ജടായു സംഗമം. ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനും സത്വരമുത്ഥാനം ചെയ്തെത്തിനാൻ ജടായുവും. തിഷ്ഠ തിഷ്ഠാഗ്രേ മമ സ്വാമി തൻ പത്നിയെയും കട്ടുകൊണ്ടെവിടേക്കു പോകുന്നു മൂഢാത്മാവേ. അധ്വരത്തിങ്കൽ ചെന്നു ശുനകൻ മന്ത്രം കൊണ്ടു ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്ന പോലെ പദ്ധതി മധ്യേ പരമോദ്ധത ബുദ്ധിയോടും ഗൃധ്രരാജനുമൊരു പത്രവാനായുള്ളൊരു കുദ്ധരാജനെ പോലെ ബദ്ധവൈരത്തോടതിക്രുദ്ധനായ അഗ്രേ ചെന്നു യുദ്ധവും തുടങ്ങിനാൻ. അഭിയും പത്രാനിലക്ഷുബ്ധമായി ചമയുന്നിതത്രികളിളകുന്നു വിദ്രുതമതു നേരം. കാൽനഖങ്ങളെ കൊണ്ടു ചാപങ്ങൾ പൊടിവെടുത്താനനങ്ങളും കീറി മുറിഞ്ഞു വശം കെട്ടു. തീക്ഷ്ണതുണ്ടാഗ്രം കൊണ്ടു തേർത്തടം തകർത്തിതു. കാൽക്ഷണം കൊണ്ടു കൊന്നു വീഴ്ത്തിനാൻ അശ്വങ്ങളെ. രൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റു രാക്ഷസപ്രവരനും ചഞ്ചലമുണ്ടായി വന്നു. യാത്രയും മുടങ്ങി മൽകീർത്തിയുമൊടുങ്ങി എന്നാർത്തി പൂണ്ടുഴന്നൊരു രാത്രിചാരീന്ദ്രനപ്പോൾ ധാത്രീപുത്രിയെ തത്ര ധാത്രിയിൽ നിർത്തി പുനരോർത്തു തൻ ചന്ദ്രഹാസമിളക്കീല കുതരം. പക്ഷിനായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ അക്ഷിതി തന്നിൽ വീണാൻ അക്ഷമനായിട്ടവൻ. രക്ഷോനായകൻ പിന്നെ ലക്ഷ്മീ ദേവിയെയും കൊണ്ട് അക്ഷത ചിത്തത്തോടും ദക്ഷിണ ദിക്കു നോക്കി. മറ്റൊരു തേരിലേറി തെറ്റെന്നു നടകൊണ്ടാൻ. മറ്റാരും പാലിപ്പാനിൽ ഉറ്റവരായിട്ടെന്നോർത്തിറ്റു വീണിടുന്ന കണ്ണുനീരോടുമപ്പോൾ കറ്റവാ കുഴലിയാം ജാനകീ ദേവി താനും ഭർത്താവു തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമനായ നിന്റെ ജീവനും പോകായെന്നു പൃഥ്വീപുത്രിയും വരം പത്രിരാജനു നൽകി. പൃഥ്വീമണ്ഡലമകന്നാശുമേൽ പോട്ടുപോയാൾ. അയ്യോ രാഘവ ജഗന്നായക ദയാനിധേ, നീ എന്നെ ഉപേക്ഷിച്ചതെന്തു ഭർത്താവേ നാഥ. രക്ഷോനായകനെന്നെ കൊണ്ടിതാ പോയിടുന്നു. രക്ഷിതാവായിട്ടാരുമില്ലെനിക്കയ്യോ പാവം. ലക്ഷ്മണ നിന്നോടു ഞാൻ പരുഷം ചൊന്നേനല്ലോ. രക്ഷിച്ചു കൊള്ളേണമേ ദേവരാദയാനിധേ. രാമ രാമാത്മാ രാമ ലോകാഭിരാമ രാമ. ഭൂമിദേവിയുമെന്നെ വെടിഞ്ഞാളിതു കാലം. പ്രാണവല്ലഭ പരിത്രാഹി മാം ജഗത്പതേ.
കൗണപാധിപനെന്നെ കൊന്നു ഭക്ഷിക്കും മുൻപേ സത്വരം വന്നു പരിപാലിച്ചു കൊള്ളേണമേ. സത്വചേതസ മഹാസത്വവാരിധേ നാഥ. ഇത്തരം വിലപിക്കും നേരത്തു ശീഘ്രം രാമഭദ്രനിങ്ങെത്തുമെന്ന ശങ്കയാ നക്തഞ്ചരൻ ചിത്തവേഗേന നടന്നിടിനാനതു നേരം. പൃഥ്വീപുത്രിയും കീഴ്പോട്ടാശു നോക്കുന്ന നേരം അദ്രിനാഥാഗ്രേ കണ്ടു പഞ്ചവാനരന്മാരെ. വിദ്രുതം വിഭൂഷണ സഞ്ജയമഴിച്ചു തന്നുത്തരീയാർദ്ധ ഖണ്ഡം കൊണ്ടു ബന്ധിച്ചു. രാമഭദ്രനു കാൺമാൻ യോഗം വരികെന്നകതാരിൽ സ്മൃത്വാ കീഴ്പോട്ടു നിക്ഷേപിച്ചിതു സീതാദേവി. മത്തനാം നക്തഞ്ചരനറിഞ്ഞീനതുമപ്പോൾ അബ്ധിയുമുത്തീര്യതൻ പത്തനം ഗത്വാ തൂർണം. ശുദ്ധാന്തമധ്യേ മഹാശോകകാനനദേശേ ശുദ്ധഭൂതലേ മഹാശിംശവാതരുമൂലേ. ഹൃദ്യമാരായ നിജരക്ഷോ നാരികളെയും നിത്യവും പാലിച്ചുകൊള്ളുറപ്പിച്ചു തന്റെ വസ്ത്യമുൾപ്പുക്കു വസിച്ചിടിനാൻ ദശാനനൻ. ഉത്തമോത്തമയായ ജാനകീദേവി പാതിവ്രത്യമാശ്രിത്യ വസിച്ചിടിനാളതു കാലം. വസ്ത്രകേശാദികളും എത്രയും മലിനമായി വക്രവും കുമ്പിട്ടു സന്തപ്തമാം ചിത്തത്തോടും രാമരാമേതി ജപധ്യാനനിഷ്ഠയ ബഹുയാമിനീചരകുലനാരികളുടെ മധ്യേ നീഹാരശീതാതപവാതപീഡയും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം ലങ്കയിൽ വസിച്ചിതാതങ്കമുൾക്കൊണ്ടു മായാസങ്കടം മനുഷ്യജന്മത്തിങ്കലാർക്കില്ലാത്തു. ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനും സത്വരം ഉത്ഥാനം ചെയ്ത് എത്തിനാൻ ജടായുവും. സീതയുടെ വിലാപം കേട്ട് പക്ഷിശ്രേഷ്ഠനായ ജടായു ഉടനെ തന്നെ അവിടെ ഓടിയെത്തി. മുൻപ് രാമലക്ഷ്മണന്മാരുടെ അനുഗ്രഹം വാങ്ങിച്ച ജടായുവിനോട് ഭഗവാൻ പറഞ്ഞിരുന്നു, ഇവിടെ അടുത്ത് തന്നെ താമസിക്കുക. ഒരു പക്ഷേ ഭഗവാൻ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം പറഞ്ഞത്. അങ്ങനെ പഞ്ചവടിക്ക് അടുത്ത് തന്നെ താമസിക്കുന്ന ജടായു ഏറ്റവും വേഗത്തിൽ അവിടെ ഓടിയെത്തി. എന്നിട്ട് ഉച്ചത്തിൽ പറഞ്ഞു, തിഷ്ഠ തിഷ്ഠ അഗ്രേ, മുന്നിൽ അവിടെ നിൽക്കൂ നിൽക്കൂ. മമ സ്വാമിതൻ പത്നിയെയും കട്ടുകൊണ്ട് എവിടേക്ക് പോകുന്നു മൂഢാത്മാവേ? നീ ഇത് എവിടെയാ പോകുന്നത്? ഇനി സീതാദേവിയെ കട്ടുകൊണ്ടു പോകുന്നതിനെ ഉപമിച്ചുകൊണ്ട് പറയുകയാണ്. ഇത് എഴുത്തച്ഛന്റെ ഉപമയാണ്. അധ്വരത്തിങ്കൽ ചെന്ന്, അധ്വരം എന്നാൽ യജ്ഞശാല, യജ്ഞശാലയിൽ ചെന്ന് ഒരു ശുനകൻ, ഒരു നായ മന്ത്രം കൊണ്ട് ശുദ്ധമാം, മന്ത്രം കൊണ്ട് പവിത്രമാക്കി വെച്ച പുരോടാശം, ആ യജ്ഞത്തിന് ഹോമിക്കാൻ വെച്ച ആ ഒരു ഹോമദ്രവ്യങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോകുന്നത് പോലെ. അപ്പോൾ നായ തൊട്ട് അശുദ്ധമാക്കുകയാണ്. അത്രയും നീചമായിട്ടാണ് രാവണനോട് സംസാരിക്കുന്നത്. നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇത്രയും പവിത്രമായ സീതാദേവിയെ തൊടാൻ എങ്ങനെ ധൈര്യം വന്നു? അതാണ് അങ്ങനെ ഒരു ഉപമ. പദ്ധതി മധ്യേ, പദ്ധതി വഴി മധ്യേ, രാവണൻ പോകുന്ന വഴി മധ്യേ പരമ ഉദ്ധത ബുദ്ധിയോടും
ഉദ്ധതമായ ബുദ്ധി എന്നാൽ ആ സമയത്തിനനുസരിച്ച് സാഹചര്യത്തിന് ഒത്ത് ഉയരുന്ന ബുദ്ധി. അങ്ങനെയുള്ള ബുദ്ധിയോടും ഗൃദ്ധരാജൻ, കഴുക വംശത്തിൽ കഴുകന്മാരുടെ രാജാവ്, അതാണ് ഗൃദ്ധരാജൻ. അപ്പോൾ കാണുന്നത്, അല്ലെങ്കിൽ എങ്ങനെ തോന്നുന്നു ആ ജടായുവിനെ, പത്രവാനായുള്ളൊരു കുദ്ധരാജനെ പോലെ. കുദ്ധരാജൻ എന്നാൽ പർവ്വതരാജൻ. പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, പണ്ടൊക്കെ പർവ്വതങ്ങൾക്ക് ചിറകുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചിറക് വിരിച്ച പർവ്വതരാജൻ എങ്ങനെയാണോ നിൽക്കുക, അത്രയും വലുപ്പത്തിലുള്ള ശരീരത്തോടു കൂടിയ ജടായു അങ്ങനെ നിൽക്കുകയാണ്. ബദ്ധവൈരത്തോട് അതിക്രുദ്ധനായി അഗ്രേ ചെന്ന് യുദ്ധവും തുടങ്ങിനാൻ. രാവണനോട് നേരെ ചെന്ന് യുദ്ധം തുടങ്ങി. അബ്ധിയും സമുദ്രം പത്ര അനിലക്ഷുബ്ധമായി, ആ സമുദ്രം ക്ഷുബ്ധമായി ക്ഷോഭിച്ച് മറിഞ്ഞു. അതിന് കാരണം പറയുന്നത് ഈ ജടായുവിന്റെ പത്ര അനിലൻ, പത്രം എന്നാൽ ചിറക്, ചിറകിന്റെ കാറ്റ്, അത്രയും ശക്തമായ കാറ്റ്. ആ ചിറകടി കൊണ്ട് ഈ സമുദ്രം ക്ഷുബ്ധമായി എന്നാണ് പറയുന്നത്. അങ്ങനെ മാത്രമല്ല, ചമയുന്നിതദ്രികൾ, ക്ഷുബ്ധമായി ചമയുന്നു. ഈ സമുദ്രം ഇളകിമറിയുന്നു. കൂടാതെ അദ്രികൾ ഇളകുന്നു, പർവ്വതങ്ങളൊക്കെ ഇങ്ങനെ ഇളകിയാടുന്നു. വിദ്രുതം, വളരെ പെട്ടെന്ന് അതുനേരം. കാൽ നഖങ്ങളെ കൊണ്ട് ചാപങ്ങൾ പൊടിപെടുത്ത്, ഈ ജടായു തന്റെ കാൽ നഖങ്ങളെ കൊണ്ട് രാവണന്റെ ചാപങ്ങളൊക്കെ പൊടിച്ചു, തവിട് പൊടിയാക്കി. രാവണന്റെ ആനനങ്ങളും മുഖമൊക്കെ ഇങ്ങനെ കീറിപ്പറിച്ചു. അങ്ങനെ കീറി മുറിഞ്ഞു വശം കെട്ടു രാവണൻ. തീക്ഷ്ണ തുണ്ടാഗ്രം, തന്റെ തീക്ഷ്ണമായ കൊക്കിന്റെ അറ്റം കൊണ്ട് തേർത്തടം തകർത്തിതു. കാൽക്ഷണം കൊണ്ടു കൊന്നു വീഴ്ത്തിനാൻ അശ്വങ്ങളെ, രഥത്തിന്റെ ആ കുതിരകളെ മുഴുവൻ ഈ ജടായു കൊന്നൊടുക്കി. രൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റ് രാക്ഷസപ്രവരനും ചഞ്ചലമുണ്ടായി വന്നു. അങ്ങനെ ഈ ജടായുവിന്റെ ആക്രമണത്തിലാകെ പക്ഷപാതങ്ങൾ, എന്നാൽ ആ പക്ഷത്തിന്റെ അടിയേറ്റിട്ട്, ഈ ജടായുവിന്റെ ചിറകിന്റെ അടിയേറ്റിട്ട്, അതാണ് പക്ഷപാതം. ആ ചിറകടിയേറ്റ് രാക്ഷസപ്രവരനും ആകെ വശം കെട്ടു. യാത്രയും മുടങ്ങി, മൽകീർത്തിയും ഒടുങ്ങി. എന്റെ യാത്ര മുടങ്ങിയല്ലോ, ഇതറിഞ്ഞാൽ എന്റെ കീർത്തി, രാക്ഷസ രാജാവിനെ ഒരു പക്ഷി ആക്രമിച്ചു എന്ന ഒരു പേരുദോഷം എനിക്ക് വരുമല്ലോ. ഇങ്ങനെയൊക്കെ ആർത്തി പൂണ്ട് ഉഴന്നൊരു ദുഃഖിച്ചിട്ട് ആ രാത്രിചാരീന്ദ്രൻ അപ്പോൾ ധാത്രീപുത്രിയെ, ഭൂമിയുടെ പുത്രിയെ തത്ര ധാത്രിയിൽ നിർത്തി. അങ്ങനെ ഭൂമിയിൽ അവിടെ നിർത്തി. പുനരോർത്ത് തൻ ചന്ദ്രഹാസമിളക്കി, ചന്ദ്രഹാസം എന്ന വാൾ ഇളക്കി ലഘുതരം, വളരെ പെട്ടെന്ന് പക്ഷിനായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ ആ ജടായുവിന്റെ ചിറകുകൾ ഛേദിച്ചു. അക്ഷിതി തന്നിൽ, ഭൂമിയിൽ വീണാൻ അക്ഷമനായിട്ടവൻ. തൻ്റെ ക്ഷമ നശിച്ചു, എന്നാൽ ഇനി വേറെ ഒന്നും ചെയ്യാനില്ലാത്ത ഒരു നിസ്സഹായ അവസ്ഥയിൽ അവൻ താഴെ വീണു. രക്ഷോനായകൻ പിന്നെ ലക്ഷ്മീദേവിയെയും കൊണ്ട് അക്ഷതചിത്തത്തോടും, അക്ഷതം എന്നാൽ യാതൊരു മുറിവുമില്ല മനസ്സിന്, അതായത് ഒരു കുറ്റബോധവുമില്ല ഇങ്ങനെ ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകുന്നതിൽ, അതാണ് അക്ഷതചിത്തം. അങ്ങനെയുള്ള മനസ്സോടുകൂടെ ദക്ഷിണദിക്ക് നോക്കി മറ്റൊരു തേരിലേറി. മനസ്സിൽ ചിന്തിച്ചപ്പോൾ തന്നെ മറ്റൊരു തേര് വന്നു, അതിലേറി തെറ്റെന്ന് നടകൊണ്ടാൻ. വളരെ പെട്ടെന്ന് തന്നെ വഴിമാറി അങ്ങനെ പോയി. ഉടനെ സീതാദേവി തന്നെ രക്ഷിക്കാൻ ജടായുവിന് എന്നൊക്കെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ അത് ഇല്ലാതായി. മറ്റാരും പാലിപ്പാനില്ല ഉറ്റവരായിട്ട് എന്നോർത്ത് ഇറ്റിറ്റു വീണിടുന്ന കണ്ണുനീരോടും അപ്പോൾ ആകെ നിരാശയായി. കറ്റവാർ കുഴലിയാം ജാനകീദേവി താനും ഭർത്താവ് തന്നെ കണ്ട് വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമനായ നിന്റെ ജീവനും പോകായിക. ജടായുവിനെ അനുഗ്രഹിക്കുകയാണ്. അവിടെ എന്തായാലും പക്ഷം മുറിഞ്ഞ് താഴെ വീണു, പക്ഷെ മരണം, എൻ്റെ ഭർത്താവിനെ കണ്ടിട്ട് എന്നെ ഇങ്ങനെ ഒരാൾ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറയുന്നതുവരെ, അത് പറഞ്ഞാലല്ലാതെ നിന്റെ ജീവൻ പോവുകയില്ല എന്നൊരു അനുഗ്രഹം കൊടുത്തു.
പൃഥ്വീപുത്രിയും വരം പത്രിരാജന് നൽകി. പൃഥ്വീപുത്രി, ഭൂമിപുത്രിയായ സീതാദേവി ആ ഒരു വരം ആ ജടായുവിന് നൽകി. പൃഥ്വീമണ്ഡലം അകന്നു. അങ്ങനെ ഭൂമിയിൽ നിന്ന് മുകളിലോട്ടു പോയി. ആശു മേൽപോട്ടു പോയാൾ. ഉടനെ ദേവി കരയാൻ തുടങ്ങി. അയ്യോ രാഘവ, ജഗന്നായക, ദയാനിധേ, നീ എന്നെ ഉപേക്ഷിച്ചതെന്തു ഭർത്താവേ നാഥ. ഇതൊന്നും മനസ്സിൽ കാണാൻ സാധിക്കാതെ പോയത് എന്താണ് ഭർത്താവേ? രക്ഷോനായകൻ എന്നെ കൊണ്ടിതാ പോയിടുന്നു, രക്ഷിതാവായിട്ടാരുമില്ലെനിക്കയ്യോ പാവം. ലക്ഷ്മണ, നിന്നോടു ഞാൻ പരുഷം ചൊന്നേനല്ലോ, രക്ഷിച്ചുകൊള്ളേണമേ ദേവരാ. ദേവര എന്നാൽ ഭർത്താവിന്റെ അനുജനെയാണ്, അങ്ങനെയാണ് വിളിക്കുക. ദയാനിധേ, നിന്നോട് ഞാൻ പരുഷമായിട്ടൊക്കെ സംസാരിച്ചു. നീ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണല്ലോ എന്നെ തടഞ്ഞത്. പക്ഷേ എനിക്കത് ആ സമയത്ത് അതൊന്നും മനസ്സിൽ വന്നില്ല. രാമ, രാമാത്മാ രാമ, ലോകാഭിരാമ രാമ, ഭൂമിദേവിയും എന്നെ വെടിഞ്ഞാളിത് കാലം. എൻ്റെ അമ്മയായ ഭൂമിയും എന്നെ സംരക്ഷിക്കാനില്ലാതായല്ലോ. പ്രാണവല്ലഭ പരിത്രാഹിമാം ജഗത്പതേ, കൗണപാധിപൻ എന്നെ കൊന്നു ഭക്ഷിക്കും മുൻപേ. ഈ രാക്ഷസ രാജാവ് എന്നെ കൊന്നു ഭക്ഷിക്കുന്നതിന് മുൻപേ സത്വരം വന്ന് പരിപാലിച്ചു കൊള്ളേണമേ, വേഗം വരണമേ രാമ. സത്വചേതസ, സത്വഗുണമുള്ള മനസ്സോടുകൂടിയവൻ, മഹാസത്വവാരിധേ. സത്വഗുണം ഒരു വിഗ്രഹം സ്വീകരിച്ചതാണ് ഭഗവാൻ. അങ്ങനെയുള്ള അല്ലയോ ശ്രീരാമചന്ദ്ര, ഇത്തരം വിലപിക്കും നേരത്ത് ശീഘ്രം രാമഭദ്രനിങ്ങെത്തുമെന്ന ശങ്കയാ നക്തഞ്ചരൻ. അപ്പൊ സീതാദേവിയുടെ ഈ കരച്ചിൽ കേട്ട് രാമൻ ഉടനെ വന്നു പോകുമോ എന്ന ഒരു ആശങ്കയാൽ ആ രാവണൻ ചിത്തവേഗേന നടന്നിടിനാൻ. അതുനേരം ചിത്തവേഗത്തിൽ, മനോവേഗത്തിൽ, അത്രയും വേഗത്തിൽ ആ രഥത്തെ മുന്നോട്ട് കൊണ്ടുപോയി. പൃഥ്വീപുത്രിയും കീഴ്പോട്ടാശു നോക്കുന്ന നേരം, അങ്ങനെ പോകുന്ന വേളയിൽ സീതാദേവി വെറുതെ ഒന്ന് താഴെ നോക്കിയപ്പോൾ അദ്രിനാഥ അഗ്രേ ഒരു വലിയ പർവ്വതം കണ്ടു. ആ പർവ്വതത്തിൽ 5 വാനരന്മാരെ കണ്ടു. വിദ്രുതം, പെട്ടെന്ന് മനസ്സിലൊരു തോന്നലാണ്. വിഭൂഷണ സഞ്ചയം, തൻ്റെ കഴുത്തിലും കാതിലുമൊക്കെയുള്ള വിഭൂഷണങ്ങളൊക്കെ അഴിച്ച് തൻ ഉത്തരീയാർദ്ധ ഖണ്ഡം കൊണ്ട് ബന്ധിച്ചു. തൻ്റെ ഉത്തരീയത്തിൻ്റെ അർദ്ധഭാഗം എടുത്ത് മുറിച്ച് അതിൽ ബന്ധിച്ച് രാമഭദ്രന് കാണാൻ യോഗം വരിക എന്ന് അകതാരിൽ ഇത് രാമചന്ദ്രൻ കാണാനിടയാകട്ടെ എന്ന് സ്മൃത്വ മനസ്സിലാലോചിച്ചിട്ട് കീഴ്പോട്ടു നിക്ഷേപിച്ചിതു സീതാദേവി. അത് താഴേക്ക് വീഴ്ത്തി. ഈ സീതാദേവി അണിഞ്ഞ ഈ ആഭരണങ്ങളൊക്കെ അത്രി മഹർഷിയുടെ ഭാര്യയായ അനസൂയാദേവി കൊടുത്തതായിട്ട് അതിൽ പറഞ്ഞിരുന്നു. നമ്മൾ ആ ഒരു ഭാഗത്ത് കണ്ടിരുന്നു. അപ്പൊ ആ ആഭരണങ്ങളൊക്കെയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. മത്തനാം നക്തഞ്ചരൻ അറിഞ്ഞീലതും അപ്പോൾ. സീതാദേവി താഴേക്കിട്ടത് മത്തനായിട്ടുള്ള, എല്ലാം കൊണ്ടും ഉന്മത്തനായി നിൽക്കുന്ന ആ രാക്ഷസൻ അറിഞ്ഞില്ല. അങ്ങനെ അബ്ധിയും സമുദ്രവും ഉത്തീര്യ കടന്നിട്ട് തൻ പത്തനം, തൻ്റെ പട്ടണത്തിൽ, ലങ്കാപട്ടണത്തിൽ ഗത്വ അവിടെ ചെന്നിട്ട് തൂർണം, വളരെ പെട്ടെന്ന് ശുദ്ധാന്തമധ്യേ മഹാശോകാനന ദേശേ, അങ്ങനെ അവിടെ ശുദ്ധമായിരിക്കുന്ന ഒരു പ്രദേശം മഹാശോകവനം, അശോകവനത്തിൽ ശുദ്ധഭൂതലെ മഹാശിംശപാ തരുമൂലെ, ശിംശപാ വൃക്ഷത്തിൻ്റെ ആ താഴെയായിട്ട് ഹൃദ്യമാരായ നിജരക്ഷോനാരികളെയും തൻ്റെ ആ ഉദ്യാനത്തിൻ്റെ പാലകരായിട്ടുള്ള കുറച്ച് രാക്ഷസ സ്ത്രീകളെ ദേവിയെ പരിപാലിക്കാൻ നിത്യവും പാലിച്ചുകൊള്ളുക എന്നുറപ്പിച്ച് തൻ്റെ വസ്ത്യം, തൻ്റെ ആ കൊട്ടാരത്തിലേക്ക് ഉൾപുക്കു വസിച്ചിടിനാൻ ദശാനനൻ. അങ്ങനെ സീതാദേവിയെ നോക്കിക്കൊള്ളണമെന്ന് അവിടുത്തെ രാക്ഷസികളോട് പറഞ്ഞിട്ട് രാവണൻ തൻ്റെ കൊട്ടാരത്തിനുള്ളിലേക്ക് പോയി. സീതാദേവിയാകട്ടെ ഉത്തമോത്തമയായ ജാനകീദേവി പാതിവ്രത്യമാശ്രിത്യ, ഒരു തരത്തിലും രാവണന് വഴങ്ങില്ല എന്ന് ദൃഢവ്രതമെടുത്തിട്ട് വസിച്ചിടിനാൾ അതുകാലം. വസ്ത്രകേശാദികളും എത്രയും മലിനമായി, വസ്ത്രവും മുടിയുമൊക്കെ എത്രയും മലിനമായിട്ട്
വക്ത്രവും കുമ്പിട്ട് മുഖം കുമ്പിട്ട് സന്തപ്തമാം ചിത്തത്തോടും രാമരാമേതി ജപധ്യാന നിഷ്ഠയാ ബഹുയാമിനീചര കുലനാരികളുടെ മധ്യേ, ഒരുപാട് രാക്ഷസ സ്ത്രീകളുടെ ആ ഒരു മധ്യത്തിൽ നീഹാര ശീത ആതപ വാത പീഡയും, നീഹാരം മഞ്ഞ്, ശീതം തണുത്ത കാറ്റ്, ആതപം വെയില്, വാതം കാറ്റ് സാധാരണ കാറ്റ്, ഇതിൻ്റെയൊക്കെ പീഡയും സഹിച്ച് ആഹാരാദികൾ ഏതും കൂടാതെ ദിവാരാത്രം രാവും പകലും ഉറക്കമില്ല, ഭക്ഷണമില്ല, കുളിയില്ല, ഒന്നുമില്ല, ലങ്കയിൽ വസിച്ചിതാതങ്കം ഉൾക്കൊണ്ട് ആകെ വിഷമിച്ചങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എഴുത്തച്ഛൻ പറയുന്നു, മായാസങ്കടം മനുഷ്യ ജന്മത്തിങ്കൽ ആർക്കില്ലാത്തു. മനുഷ്യനായി ജനിച്ചാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ ഇവിടെ അവതാര പുരുഷന്മാർക്ക് പോലും സംഭവിച്ചിട്ടുണ്ട്, പിന്നെയാണോ മനുഷ്യന്മാർ? അപ്പോൾ ഒരിക്കലും ദുഃഖം വരാത്ത ഒരു ജീവിതം അത് ഈ ലോകത്ത് ലഭിക്കുകയേയില്ല. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ദുഃഖവും സുഖവും ജീവിതത്തിന്റെ ഭാഗമാണെന്ന് അംഗീകരിക്കുക. ഇതൊക്കെ അവനവന്റെ കർമ്മഫലമായിട്ട് അംഗീകരിക്കുക. അങ്ങനെ ആ സുഖത്തിൽ അമിതമായി ആഹ്ലാദിക്കാതെ, അതുപോലെ ദുഃഖം വരുമ്പോൾ ഇതും മാറും, ഇതിനും ഒരു മാറ്റമുണ്ടാകും എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ഭഗവാനിൽ മനസ്സുറപ്പിച്ച് അങ്ങനെ ജീവിക്കുക. അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ എന്ന ഒരു നിർദ്ദേശം കൂടിയാണ് ഈ ഒരു ഭാഗത്തിലൂടെ നമുക്ക് തരുന്നത്. ഓം ശ്രീരാമചന്ദ്രായ നമഃ.